ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീട്ടിലെ കറണ്ട് ബിൽ കൂടുതലാവുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതായത് വീട്ടിലെ ലൈറ്റൊക്കെ നമ്മൾ മാക്സിമം ഓഫ് ചെയ്ത് എത്രയൊക്കെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീട്ടിലെ കറണ്ട് വാരി വലിച്ചു തിന്നുന്ന ഒന്ന് രണ്ട് ഉപകരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നും ആ ഉപകരണങ്ങളിലൊക്കെ എങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കറണ്ട് നമുക്ക് മാക്സിമം പകുതിയോളം താഴ്ത്തിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ഉപകരണം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ റൂമുകളിലും ബാത്റൂമുകളിലും കിച്ചണിലും ഉപയോഗിക്കുന്ന ഈ എക്സോസ് ഫാനാണ്. ഈ 6 ഇഞ്ചിൻ്റെ എക്സോസ് ഫാൻ ഇത് ഒരുപാട് കറണ്ട് വലിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന 1 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറിനേക്കാളും കൂടുതൽ കറണ്ട്, അതായത് നമ്മുടെ സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കറണ്ട് ഈ സാധനം വലിച്ചെടുക്കും. അതെങ്ങനെയാണെന്നും കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ എക്സോസ് ഫാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർ BLDC പോലെയുള്ള വളരെ വോൾട്ടേജ് കുറഞ്ഞ ഒരു എക്സോസ് ഫാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം അതുപോലെ വോൾട്ടേജ് വലിച്ച് മീറ്റർ അതുപോലെ ഓടുന്ന കറണ്ട് അതുപോലെ വലിക്കുന്ന ഒരു ഉപകരണമാണിത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ എല്ലാവരും തണുപ്പ് കൂട്ടാൻ വേണ്ടി വോളിയം കൂട്ടിയിടുന്നുണ്ട്. ആ വോളിയം ബട്ടണിൽ തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇടുന്നുണ്ട്. അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറണ്ട് നല്ലതുപോലെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് തണുപ്പ് ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് തണുപ്പ് കൂളിംഗ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കൂട്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ ഫ്രിഡ്ജിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബട്ടൺ കുറച്ചിട്ട് ഒന്നേൽ എത്തിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കാറിൻ്റെ AC ഒക്കെ പോലെ തന്നെയാണ് ഇതും. അതെന്നുവെച്ചാൽ തണുപ്പ് കൂളിംഗ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളത് തണുപ്പ് കൂട്ടിയിട്ട് ബട്ടൺ 3-ലും 4-ലും ഒക്കെ ഇട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകത്തില്ല. ഫുൾ ടൈം അതിങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കറണ്ട് നല്ലപോലെ കൂടുതലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂളിംഗ് ആവശ്യത്തിനുള്ള കൂളിംഗ് എത്തിക്കഴിയുമ്പോൾ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. വീണ്ടും കുറേ സമയം കഴിഞ്ഞ് കൂളിംഗ് കുറഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ ഫ്രിഡ്ജ് വീണ്ടും ഓൺ ആകത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മീറ്ററിൽ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് 1700 1800 രൂപയൊക്കെ ആണെങ്കിൽ അത് 1000 രൂപയിൽ താഴെ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പം സാധിക്കും. ഇനി അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ മീറ്ററിൽ കാണിച്ചു തരാം. മീറ്ററിലൊരു റൈറ്റ് സൈഡിൽ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഫ്രിഡ്ജ് അങ്ങനെ കൂട്ടിയിട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ആ മീറ്റർ എങ്ങനെ 1 2 3 നമ്മളങ്ങനെ ഓരോ സെക്കൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് കൂടുമ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ലപോലെ കറണ്ട് വലിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അത് നിങ്ങൾ ആ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കിക്കോളൂ. 7 8 9 സെക്കൻഡുകൾ കൂടുമ്പോൾ മാത്രമേ അതൊന്ന് ബ്ലിങ്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ഏതൊരു ഉപകരണവും നമുക്ക് മീറ്ററിൽ നോക്കി അത് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് മനസ്സിലാക്കി നമുക്ക് അത് ഉപയോഗിക്കുന്ന കറണ്ട് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം സാധിക്കും. ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏത് ഉപകരണമാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കുന്നത് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അത് സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകുതിയോളം താഴെ നമുക്ക് കറണ്ട് ബില്ല് മാക്സിമം കുറച്ച് എടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.